Hello, namaste, namaskaram. Three languages, one rider. This is Hope on Two Wheels. So, welcome to my channel, guys. This is my first long video. Technically, this is my second video. The first one was my bike delivery video. So, without any delay, let's start. So, today we are going to Panchapalli Dam, Tamil Nadu. It's 5:30 a.m. right now, and ആദ്യം ബൈക്കിൽ നമുക്ക് പെട്രോൾ നിറച്ചിട്ട് പോവാം. ഫുൾ ടാങ്ക് അടിക്കാം. പെട്ടെന്നാണ് ഇതിൻ്റെ പെട്രോളൊക്കെ തീരുന്നത്, അറിയില്ല. മൈലേജ് കുറവാണ് സിറ്റിയിൽ. എപ്പോഴാണ് പെട്രോൾ നിറയ്ക്കുന്നത്, എപ്പോഴാണ് പെട്രോൾ തീരുന്നതെന്നൊന്നും അറിയില്ല ഗൈസ്. അപ്പോൾ പഞ്ചപ്പള്ളി ഡാം ഇവിടുന്ന് വി ആർ ലിവിങ് ഫ്രം BTM ലേഔട്ട് ആൻഡ് ഇറ്റ്സ് അറൗണ്ട് 85 to 90 കിലോമീറ്റേഴ്സ് ഫ്രം ഹിയർ. അപ്പോൾ അതൊരു 2-2.5 മണിക്കൂർ എടുക്കും നമുക്ക് എത്താൻ. ഇപ്പോൾ ഫുൾ ഇറ്റ്സ് ഡാർക്ക് ഔട്ട്സൈഡ്. ഇറ്റ്സ് ജസ്റ്റ് 5:30 a.m. ആൻഡ് ഐ എം ഹോപ്പിംഗ് ഐ വിൽ റീച്ച് ബൈ 7:30, 8 o'clock. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ 2 ഫ്രണ്ട്സ് കൂടെ ഉണ്ട് റൈഡിന് വേണ്ടി. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴി ഇലക്ട്രോണിക് സിറ്റിയാണ്. ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞാൽ ഇലക്ട്രോണിക് സിറ്റി ഫ്ലൈ ഓവർ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഗൈസ്, ഏത് ബൈക്കാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾക്ക് ബൈക്ക് റൈഡ് ഇഷ്ടമാണോ, ക്രൂസിങ് ഇഷ്ടമാണോ? എനിക്ക് 2 സൈക്കിളിസ്റ്റ്. ഇത്രയും രാവിലെയൊക്കെ ആരൊക്കെയാണ് സൈക്കിൾ ഓടിച്ച് പോകുന്നത്? എനിക്കാണെങ്കിൽ ഇത്രയും രാവിലെ എണീക്കാനേ ഭയങ്കര മടി. റൈഡിന് മാത്രം 3 മണിക്ക് 4 മണിക്ക് എണീക്കുന്നത്. അപ്പോൾ ഇതാണ് ഇലക്ട്രോണിക് സിറ്റി ഫ്ലൈ ഓവർ. ഇത് എനിക്ക് മൂഡ് ഔട്ടായി ഇരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇവിടെ വരാറ്. ഫുൾ ഐ ഗെസ് ഇറ്റ്സ് 8 to 10 കിലോമീറ്റേഴ്സ് ലോങ്. നല്ല രസമാണ് ഇവിടെ കൂടെ ബൈക്ക് ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പോകാൻ. സോ ടോൾ കഴിഞ്ഞു. ഞാൻ എൻ്റെ ഗ്ലൗസൊക്കെ ഇട്ടു. ഇതൊരു ഗ്ലൗസ് ഇട്ടില്ലായിരുന്നു, അവിടെ ടോളിൽ പൈസ കൊടുക്കണമായിരുന്നു. സോ ഇപ്പോൾ ഗ്ലൗസൊക്കെ ഇട്ട് റെഡിയായി. ഗൈസ്, ഓൾവേസ് വെയർ സേഫ്റ്റി ഗിയർസ് വൈൽ റൈഡിങ്, ഈവൻ ഇഫ് യു ആർ റൈഡിങ് ഇൻ ദ സിറ്റി. പയ്യെ പയ്യെ വെളിച്ചം വന്ന് തുടങ്ങിയിട്ടുണ്ട്. സൺറൈസ്, സോ വാവ്, ഇറ്റ് ലുക്സ് സോ ബ്യൂട്ടിഫുൾ. എന്ത് രസമാണ്. എന്നൊന്നും സൺറൈസ് കാണാനേ കിട്ടത്തില്ലല്ലോ. അപ്പം നമ്മൾ ഹോസൂർ വഴി, കൃഷ്ണഗിരി വഴി, രായക്കോട്ടയൊക്കെ പോയി ആ വഴി കൂടെയാണ് പോകാൻ പോണേ. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് എന്തൊക്കെ സംസാരിക്കേണ്ടതെന്ന് എനിക്ക് അത്ര പിടിയില്ല. അപ്പോൾ നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക ഇതുപോലത്തെ വീഡിയോസാണ് ഇടേണ്ടത്, പിന്നെ നിങ്ങൾക്ക് എന്ത് കണ്ടൻറ്റാണ് വേണ്ടത്, അല്ലെങ്കിൽ ഏത് ലൊക്കേഷനിലാണ് നെക്സ്റ്റ് റൈഡ് പോകേണ്ടത്. സോ വാവ്, റൈറ്റിൽ നോക്കിയായിരുന്നു, സോറി ലെഫ്റ്റിൽ നോക്കിയായിരുന്നു, ഒരു ചേച്ചി ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുമായിരുന്നു. ഇതാണ് എൻ്റെ ഫ്രണ്ട് ലെഫ്റ്റിൽ, ദിനേശ്. പുള്ളി ഭയങ്കര ഒരു കിടിലും വീഡിയോ എഡിറ്ററാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോ എഡിറ്റിംഗ് വർക്കൊക്കെ ഉണ്ടെങ്കിൽ ഫ്രീലാൻസായിട്ട് പുള്ളി എടുക്കും. പുള്ളി ഇപ്പോൾ പുതിയതായിട്ട് വണ്ടി വാങ്ങിച്ചതാണ്, 100 350. ഞാൻ ഓഗസ്റ്റിൽ വാങ്ങിച്ച ട്രയംഫ്. അതിൻ്റെ 1 മാസം കഴിഞ്ഞ് പുള്ളിയുടെ ബൈക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഈ രാവിലെ ട്രാഫിക്കൊക്കെ ഇല്ലാത്ത സമയത്ത് റൈഡ് ചെയ്ത് പോകാൻ ഭയങ്കര നല്ല രസമാണ്. അല്ലെങ്കിൽ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ട്രാഫിക്കാണല്ലോ, മടുക്കും വണ്ടി ഓടിച്ച്.
എൻ്റെ ഓഫീസൊക്കെ ആണെങ്കിൽ ഒരു 23-24 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ഓഫീസ് വരെ എത്താൻ തന്നെ 1.5-2 മണിക്കൂർ എടുക്കും. അടുത്ത ടോൾ കുറേ ട്രക്സ് ഉണ്ടല്ലോ ഇവിടെ. ഓക്കെ, നിങ്ങൾ ബോറൊക്കെ ആവാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് നേരം ഞാൻ എന്നെ പറ്റി പറയാം. ഞാനൊരു മലയാളിയാണ്. പക്ഷേ എൻ്റെ മലയാളം കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അത് തോന്നില്ലായിരിക്കും. ബിക്കോസ് ഐ വാസ് ബ്രോട്ട് അപ്പ് ഇൻ നോർത്ത്. അപ്പോൾ എൻ്റെ സ്കൂളിങ്ങൊക്കെ എവിടെയാണ്, നോർത്തിലാണ് നടന്നത്. അത് കഴിഞ്ഞ് ഞാൻ ജോലിയായിട്ട് ബാംഗ്ലൂരിലോട്ട് വന്നതാണ്. ബൈക്ക് ഓടിക്കാൻ എനിക്കിഷ്ടമാണ്, പക്ഷേ ഇപ്പോഴും പഠിച്ചു വരുന്നേ ഉള്ളൂ. എൻ്റെ വീഡിയോസൊക്കെ വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ. പിന്നെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക ഗൈസ്. എന്നെ കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്യൂ. നല്ല തണുത്ത കാറ്റാണ് ഈ സമയത്ത്. പക്ഷേ റൈഡിങ് ജാക്കറ്റ് ഇട്ടുണ്ട്, അത്രയ്ക്ക് തണുക്കുന്നില്ല. പുള്ളിയുടെയും കുറച്ച് വീഡിയോസ് എടുക്കാം. മുന്നിലോട്ട് പോകാൻ പറയട്ടെ. എൻ്റെ കണ്ണുകൾ എന്തൊരു സുന്ദരമാണ്. ഒരു ബ്രേക്ക് എടുക്കാം, ചായ കുടിക്കാം, ചായക്കട നോക്കണം. അവിടെ ഒരു ചായക്കട ഉണ്ട്. നമുക്കൊരു ചായക്കട കിട്ടി. ഇപ്പോൾ ഞങ്ങൾ നിർത്തുന്നത് റായക്കോട്ട റോഡാണ്. തമിഴ്നാട് നമ്മൾ ഓൾറെഡി എൻ്റർ ആയിട്ടുണ്ട്. സോ ഒരു 10 മിനിറ്റ് ചായയും കുടിച്ച് ഒരു ബണ്ണും കഴിച്ച് ഞങ്ങൾ തിരിച്ചിറങ്ങുവാണ്. കണ്ണൻ ചേട്ടൻ്റെ കടയാണെന്ന് തോന്നുന്നു. കണ്ണൻ ചായ ഷോപ്പ്. ബേക്കറി ഐറ്റംസ് ഉണ്ടായിരുന്നു ഇവിടെ. ഞാനൊരു ബൺ കഴിച്ചു. ഓ, എലിഫൻറ്റ് ക്രോസിംഗ് ആണല്ലോ. ഇനിയിപ്പോൾ ആനൊക്കെ കിട്ടുമോ? ഈ വഴി നിങ്ങൾ വരണം ഗൈസ്. ലിറ്ററലി ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഡെസ്റ്റിനേഷൻകാൾ നല്ലത് ഈ റോഡാണ്. ദ വേ വി ആർ ഗോയിങ്, ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ചിലപ്പോൾ വീഡിയോ വഴി എനിക്ക് അത്രയും കാണിച്ചു തരാൻ പറ്റുന്നില്ലായിരിക്കും. ബട്ട് നേരിട്ട് നിങ്ങളിവിടെ വന്നാൽ അടിപൊളി. പഞ്ചപ്പള്ളി ഡാം ആക്ച്വലി ബാംഗ്ലൂരിൽ നിന്ന് ഒരു 80 കിലോമീറ്റേഴ്സ് ദൂരമാണ്. ചെറിയൊരു ഡാമാണ്. ആൾക്കാരൊക്കെ അവിടെ റൈഡിന് പോകാറുണ്ട്. ഈ ഡെസ്റ്റിനേഷൻ ആ സ്ഥലത്തിനേക്കാൾ കൂടുതൽ എനിക്ക് ഈ വഴിയാണ് ഇഷ്ടപ്പെട്ടത് ഇന്നത്തെ റൈഡിൽ. അപ്പുറത്തും ഇപ്പുറത്തും ഫുൾ ഗ്രീനറി, മല. നമുക്കെന്നും ഈ സിറ്റിയിൽ ഒന്നും കാണാൻ പറ്റാത്ത കാഴ്ചകൾ, പച്ചപ്പ്, ഭയങ്കര പീസ്ഫുള്ളാണ്. ഈ രാവിലെ ഇങ്ങനെ റൈഡ് പോകുന്ന ഭയങ്കര ശാന്തതയായിട്ടുള്ള സ്ഥലം. ഇവിടൊക്കെ വരുമ്പോൾ തോന്നും സിറ്റി ലൈഫ് വിട്ട് വർക്ക് ഫ്രം ഹോമൊക്കെ എടുത്ത് ഇവിടെ നിന്ന് സെറ്റിൽ ആവാമെന്ന്. കണ്ടോ, അപ്പുറത്തെ റൈറ്റ് സൈഡിൽ മല.
നല്ല അടിപൊളി സീനാണ്. വണ്ടി ഓടിക്കാനും എന്ത് നല്ല രസമാണെന്നറിയോ. എസ്പെഷ്യലി ട്രയംഫ് വണ്ടിയാണെങ്കിൽ ഭയങ്കര സ്മൂത്ത്, ഓടിക്കാൻ നല്ല രസം. എത്ര ലോങ് പോയാലും വൈബ്രേഷൻ ഒന്നും ഇല്ല. ഇത് നമ്മൾ റോയൽ എൻഫീൽഡ് ബുള്ളറ്റൊക്കെ ഓടിക്കുമ്പോൾ ഒരു വൈബ്രേഷൻ തോന്നുന്നുണ്ട് സ്പീഡൊക്കെ കൂട്ടുമ്പോൾ. അതുപോലെ ഒരു വൈബ്രേഷൻ ഇതിൽ തോന്നിയിട്ടില്ല എനിക്കിതുവരെ. ഒരു പ്രശ്നം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ മൈലേജ് മാത്രം. ബിക്കോസ് ഐ ഹാഡ് എ പൾസർ ബിഫോർ ദിസ് 150cc. അപ്പോൾ അതിൽ ഒരു 400 രൂപ പെട്രോൾ ഇട്ടാൽ കുറേ നാൾ ഓടുമായിരുന്നു. കുറേ ദൂരം ഓടുമായിരുന്നു. പക്ഷേ ഇതിൽ ഭയങ്കര വേഗമാണ് പെട്രോൾ പോകുന്നത്. ഇടയ്ക്ക് ഞങ്ങളൊരിടത്ത് നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല സീനായിരുന്നു. അത് ദെങ്കനിക്കൊട്ട എന്ന് പറഞ്ഞൊരു സ്ഥലമായിരുന്നു. അപ്പോൾ നമ്മൾ എത്താറായി ഗൈസ്. ഇവിടെ നിന്നൊരു 1 കിലോമീറ്ററോടെ ഉള്ളൂ. ലെഫ്റ്റിൽ നിങ്ങൾക്ക് ഓൾറെഡി കാണാൻ പറ്റുന്നുണ്ട് വെള്ളം. ഡാം എത്താറായി. അപ്പം നമ്മുടെ അദ്വൈത്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. ഷോർട്സിന് വേണ്ടി നല്ല വീഡിയോസ് വേണ്ടേ. കുറേ കുരങ്ങന്മാരുണ്ട്. ഇവിടെ എൻ്റെ ബാലൻസ് പോയി. വഴിയിൽ കുറേ കുരങ്ങന്മാരെ കിട്ടി. there were so many monkeys on the road in between. അതിൻ്റെ പുറത്തോട്ട് വണ്ടി കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ സൈഡിലോട്ട് പോയാൽ അപ്പോഴത്തേക്ക് ട്രക്ക് വന്നു, ബാലൻസ് പോയി. First of all, it's such a narrow road. On the top of that, all those monkeys. കാലെല്ലാം കടിച്ചായിരുന്നെങ്കിൽ പോയേനെ. നമ്മുടെ ഡാം എത്തി. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ, പഞ്ചപ്പള്ളി ഡാം, തമിഴ്നാടു. ഇത് കൃഷ്ണഗിരിയിലാണ്. സോ ഞങ്ങളിവിടെ കുറച്ച് ചില്ലൊക്കെ ചെയ്ത് കുറച്ച് നേരം ഇവിടെയൊക്കെ നിന്ന് കുറേ കുരങ്ങന്മാരെയൊക്കെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തിരിച്ചിറങ്ങി. ഇവിടെ കുറേ ആൾക്കാർ വരാറുണ്ട്, ഫോട്ടോസൊക്കെ എടുക്കും. ഞങ്ങൾക്ക് 2-3 പട്ടികളെ കൂട്ടി കിട്ടി. അപ്പോൾ അടുത്ത വീഡിയോസിൽ കാണാം നമുക്ക്. അണ്ടിൽ ദെൻ ബൈ ബൈ.